നമസ്കാരം. പ്രധാന വാർത്തകൾ. ബേക്കലിൽ ഫുട്ബോൾ ഗാലറി തകർന്ന് 100-ലേറെ പേർക്ക് പരിക്ക്. ബേക്കൽ ബ്രദേഴ്സിന്റെ 10ാമത് ടൂർണമെന്റിനായി ഒരുക്കിയ ഗാലറിയാണ് ഞായറാഴ്ച തകർന്നത്. മോഡി സംഘടിപ്പിച്ച കൂട്ടയോട്ട പരിപാടിയിൽ അതിഥിയായി PC ജോർജ്. പിന്നാലെ വിവാദങ്ങളുടെ പെരുമഴ. PC ജോർജിനെ വിമർശിച്ച് UDFും കോൺഗ്രസും. മൈമ മ്യൂസിക്കൽ ആർട്ടിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 18-ന് പനയാൽ SM AUP സ്കൂളിൽ അർജുന സന്ധ്യ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം ഗാലറി തകർന്ന് 100-ലേറെ പേർക്ക് പരിക്കേറ്റു. നിങ്ങൾക്ക് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അതിനിടയിൽ കുടുങ്ങിയാൽ നോക്ക് കുടുങ്ങില്ലോ. ആളുകൾ ബാക്കി ഭാഗത്തേക്ക് മാറി നിൽക്കാം. സുഹൃത്തുക്കൾ നോക്ക്, നിങ്ങൾ മാറി നിൽക്കേ. ഇടയിൽ കുടുങ്ങിയാലോ ശ്രദ്ധിക്കേ. ബാക്കിയുള്ളവർ മാറി നിൽക്കേ. അപകടത്തിന്റെ ഇത് മനസ്സിലാക്കില്ല അവർ. പ്ലീസ് കുട്ടികൾ ദേശം മാറി നിൽക്കുക. കുട്ടികളെ ഒഴിഞ്ഞോ മാറി നിൽക്കുക. രക്ഷപ്പെടുത്ത ബാക്കിയുള്ളവർ നോക്കുക. പ്രകോപനം പിന്നീടാവാം. പ്രകോപനം പിന്നീടാവാം. ശ്രദ്ധിക്കുക. ആദ്യം രക്ഷപ്പെടുത്താൻ നോക്ക്. പ്രകോപനം പിന്നീടാവാം. കുട്ടികളെ സുഹൃത്തുക്കളെ പ്രതിഷേധിക്കുന്ന സമയമല്ല, രക്ഷപ്പെടുന്ന സമയമാണ്. ഹലോ, അവിടെ കൂടിയ മുഴുവൻ ആൾക്കാരും മാറി നിൽക്കുക. അതിനടിയിൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തകർ വളണ്ടിയർമാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് മുഴുവൻ ആൾക്കാരും അവിടുന്ന് മാറി നിൽക്കുക. ഗാലറിയുടെ അടിഭാഗത്ത് ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ സൗകര്യം ചെയ്യുക. ആളുകൾ മനസ്സിലാവും. മാറി നിൽക്കേ. രക്ഷാപ്രവർത്തനം മാത്രം നോക്കി, ബാക്കിയുള്ളവർ അങ്ങോട്ട് മാറി നിൽക്കുക. ബേക്കൽ ബ്രദേഴ്സിന്റെ 10ാമത് ടൂർണമെന്റിനായി ഒരുക്കിയ ഗാലറിയാണ് ഞായറാഴ്ച രാത്രി 8 മണിയോടെ തകർന്നത്. ഉദ്ഘാടനത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപായിരുന്നു അപകടം. സ്റ്റേഡിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ക്ലബ്ബ് കെട്ടിടത്തിനോട് ചേർന്ന് ഒരുക്കിയ താൽക്കാലിക ഇരുമ്പ് ഗാലറി ഒന്നാകെ ഇടതുവശത്തേക്ക് ചെരിയുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഉദുമ MLA K കുഞ്ഞിരാമനായിരുന്നു ഉദ്ഘാടകൻ. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷനായിരുന്നു. ഇരുവരും മൈതാനത്തെത്തി ഉദ്ഘാടന ചടങ്ങിന് തയ്യാറെടുക്കവെയാണ് ഗാലറി പൊളിഞ്ഞത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഫ്രീഡം പരേഡ് നടക്കവെയാണ് 12 തട്ടുകളുള്ള ഇരുമ്പ് ഗാലറി വീണത്. അതിൽ മാത്രം 1500 പേർ കളി കാണാൻ ഇരുന്നിരുന്നതായി സബാൻ കോട്ടക്കല്ലും മുഹമ്മദിയൻസ് മൗവലും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മൗവലിൽ നിന്ന് ഫുട്ബോൾ പ്രേമികൾ ഒന്നടങ്കം മൈതാനത്തെത്തിയിരുന്നു. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും മൗവലുകാരാണ്. ഗാലറി തകർന്നതോടെ MLAമാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി. അതിനിടെ ചിലർ ജനപ്രതിനിധികൾക്കും സംഘാടകർക്കും നേരെ കസേരകൾ വലിച്ചെറിഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ വർഷം വരെ കവുങ്ങും മുളയും ഉപയോഗിച്ചാണ് ഗാലറി നിർമ്മിച്ചിരുന്നത്. ആദ്യമായാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഇരുമ്പ് ഗാലറി വെച്ചത്. അതിൻ്റെ പണി തീർന്നത് ഞായറാഴ്ച വൈകിട്ടോടെയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിക്കേറ്റവരെ ഉദുമ, ബേക്കൽ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ജനപ്രതിനിധികളുടെയും മറ്റും വാഹനത്തിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. കേരള സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകൃത സെവൻസ് മത്സരമാണ് ബേക്കലിലേത്.
അപകടത്തെ തുടർന്ന് ടൂർണമെന്റ് മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. സ്വന്തം നേതാവായ സർദാർ പട്ടേലിനെ BJP കൊണ്ടുനടക്കുന്നത് കണ്ട് സ്വസ്ഥതയില്ലാതായ കോൺഗ്രസിന് തലവേദന കൂടി. പട്ടേൽ അനുസ്മരണ ദിനത്തിൽ നരേന്ദ്രമോദി സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ ചീഫ് വിപ്പ് PC ജോർജ് പങ്കെടുത്തത് വിവാദമായി. മേലും കീഴും നോക്കാത്ത വാക്കും പ്രവൃത്തിയും കൊണ്ട് UDFനെ കഴിഞ്ഞ 3 വർഷമായി വട്ടം കറക്കുന്ന PC ജോർജ് ഒടുവിൽ നരേന്ദ്രമോദിയുടെ വേദിയിലുമെത്തി. സർദാർ പട്ടേലിന്റെ അനുസ്മരണാർത്ഥം സംഘപരിവാർ കോട്ടയത്ത് നടത്തിയ കൂട്ടയോട്ടത്തിലാണ് ഈ UDF നേതാവ് രാഷ്ട്രീയം മറന്ന് അതിഥിയായി എത്തിയത്. രാഷ്ട്രീയത്തിന്റെ വേലി ചാടിയതും പോരാഞ്ഞ് മോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടിന്റെ വിതരണോദ്ഘാടനവും PC നിർവഹിച്ചു. ഇതോടെ കോൺഗ്രസിന്റെ കൺട്രോൾ വിട്ടു. PC ജോർജിനെ കൈകാര്യം ചെയ്യാൻ മാണി സാറിന് കഴിയില്ലെങ്കിൽ തങ്ങളത് ചെയ്യുമെന്നാണ് KPCCയുടെ മുന്നറിയിപ്പ്. ജോർജിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന കോൺഗ്രസിന്റെ നിലപാട് വക്താവ് പന്തളം സുധാകരൻ വിളിച്ചറിയിച്ചു. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ശ്രീ നരേന്ദ്രമോദി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സർദാർ വല്ലഭായ് പട്ടേലിനെ മറയാക്കി ആരംഭിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് ആ യോഗത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് PC ജോർജ് കോട്ടയത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് നിർഭാഗ്യകരവും ഞെട്ടിപ്പിക്കുന്നതും അപലപനീയവുമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതേതര ശക്തികൾക്ക് എന്നും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും മതേതരത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിലെ ചീഫ് വിപ്പ് എന്നുള്ള നിലയിൽ ശ്രീ PC ജോർജ് നടത്തിയ ഈ നാടകം അത്യന്തം ഗുരുതരമായ അച്ചടക്കലംഘനമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ മതേതര വിശ്വാസികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഗൗരവത്തോടുകൂടി UDF നേതാക്കൾ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് PC ജോർജിന്റെ ചോദ്യം. നെഹ്റുവിനേക്കാൾ സീനിയറായ കോൺഗ്രസ് നേതാവ് പട്ടേലിന്റെ ചരമദിന പരിപാടിയിൽ പങ്കെടുത്തതിനാണോ കോൺഗ്രസ് തന്നെ ക്രൂശിക്കുന്നതെന്ന് ചോദിക്കുന്നു PC ജോർജ്. കോട്ടയത്തെ കൂട്ടയോട്ടത്തിൽ PC ജോർജ് പങ്കെടുത്ത സാഹചര്യത്തെക്കുറിച്ച് BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഏറ്റുമാനൂർ രാധാകൃഷ്ണന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഛിന്നഭിന്നമായി പോകുന്ന ഒരു രാഷ്ട്രത്തെ ഒന്നിപ്പിച്ച, എങ്ങനെയാണോ ജർമ്മനിയെ ഒന്നിപ്പിച്ച ബിസ്മാർക്ക്, അതേപോലെ ഇന്ത്യയെ 600-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ സ്മരണ എന്നും ഇന്ത്യൻ ജനങ്ങളിൽ നിലനിർത്താൻ സ്ഥാപിക്കുന്ന ഒരു വലിയ പ്രതിമാ നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കൂട്ടയോട്ടമാണ്. അതിന്റെ ഭാഗമായി താങ്കൾ വരണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരും. കാരണം അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം കടമയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പലപ്പോഴും ചരിത്രം മറക്കുകയാണ്, ജനങ്ങൾ മറക്കുകയാണ്. അതുകൊണ്ട് ഇത് തികച്ചും നല്ല ഒരു സംരംഭമാണ്. എൻ്റെ എല്ലാ പിന്തുണയും ഇതിനകത്തുണ്ടാവും. ഞാൻ കൃത്യസമയത്ത് വരും, ഞാൻ ഇത് നിർവഹിക്കും. എന്ത് പ്രതിഷേധം ഉണ്ടെങ്കിലും ഞാനതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കൃത്യസമയത്ത് വരിക, ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്വന്തം പാർട്ടിയുടെ വീരനായകൻ പട്ടേലിനെ സംഘപരിവാർ കൊണ്ടു നടക്കുന്നതിന്റെ വേവ് കോൺഗ്രസിന് കുറച്ചു കാലമായുണ്ട്. പട്ടേലിനോട് പാർട്ടിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധവും അതിലുണ്ട്. അതിനിടെയാണ് PC ജോർജിന്റെ ഇത്തരം പ്രകോപനങ്ങൾ. തന്നെ കളിയാക്കുന്നത് പോലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രകോപനങ്ങൾ. മൈമ മ്യൂസിക്കൽ ആർട്ടിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 18-ന് വൈകുന്നേരം പനയാൽ SMAUP സ്കൂൾ അങ്കണത്തിൽ വെച്ച് പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ MK അർജുനൻ മാഷിനെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയ നല്ല നല്ല ഗാനങ്ങൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന പാട്ടുകൾ അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. അപ്പോൾ ഈ വളരെ വൈകിയ വേളകളിൽ അദ്ദേഹത്തിന് പ്രായമായി, ഇനി കൂടുതൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് നമ്മൾ അദ്ദേഹം നമുക്ക് തന്ന പാട്ടുകൾക്ക് തിരിച്ച് നമുക്കൊന്ന് ഒരു ആദരവ് നടത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ പനയാൽ പ്രദേശത്തുള്ളവരും പിന്നെ മൈമ എന്നുള്ളത് നമ്മുടെ ഒരു സംഘടനയുണ്ട്. ഈ സംഘടന എന്ന് വെച്ചാൽ ഈ അവശ്യ കലാകാരന്മാരെ കൂടുതൽ ഏതെങ്കിലും ഒരു വേദികൾ കൊണ്ടുവന്ന് ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ കൂടാതെ സംഗീത സംവിധായകനായ G. ദേവരാജൻ, V. ദക്ഷിണാമൂർത്തി, MS ബാബുരാജ്, രാഘവ് മാസ്റ്റർ എന്നീ 4 സംഗീതത്തിൻ്റെ മഹാരഥന്മാർക്ക് ഗാനാഞ്ജലികൾ അർപ്പിക്കാനും അർജുനൻ മാസ്റ്റർ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പഴയ ഗാനമേളയും അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ പ്രണവും ഓർക്കസ്ട്രയാണ് ആ പരിപാടി നടന്നത്. ചാനലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ പ്രശസ്തരായ ഗായകരും അതിനോടൊപ്പം ഉണ്ടാവും. ഈ പരിപാടി ഞങ്ങളുടെ പനയാലിൽ ഇങ്ങനെ ഭംഗിയായി നടത്താൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് പനയാലിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ സംഘാടകർ പ്രത്യേകം താല്പര്യമുള്ളതുകൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇതിൻ്റെ പിറകിൽ ഉണർന്നു കഴിഞ്ഞു, പ്രവർത്തനത്തിലാണ്. മേമ ഒരു സംഘടന എന്ന് വെച്ചാൽ അങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാവുന്ന സംഘടനയല്ല. നമ്മൾ ഈ കലാകാരന്മാരിൽ വളരെ
പേരുകെട്ട കലാകാരന്മാർ അവരെ പ്രായാധിക്യത്താൽ അവരുടെ സായാഹ്നങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നവരൊന്ന് ആദരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനം. അവരുടെ കഴിവുകളൊക്കെ ഒന്ന് പ്രകീർത്തിച്ചുകൊണ്ട് ആദരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിനെ അറിയിക്കുക. പ്രത്യേകിച്ചും പുതുതലമുറയെ പഴയകാലത്തെ സംഗീത സംവിധായകന്മാരുണ്ടാക്കിയതാണ് ഈ പാട്ട് ഇന്ന് പാടി നടക്കുന്ന പാട്ടുകളെന്നും ഒരു തലമുറയെ തന്നെ പൂർണ്ണമായും രസിപ്പിച്ചുകൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ഈണങ്ങൾ ഉണ്ടായതാണ്. മലയാളിയുടെ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ ഈ ആരോഗ്യദായകമാണതൊക്കെ എന്നുള്ള കാര്യം പുതിയ തലമുറ കൂടി മനസ്സിലാക്കട്ടെ. അപ്പോൾ പഴയ ആ തലമുറയെ പുതിയ തലമുറയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇന്ന് ഗാനമേളകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വരികളും കൃത്യമായ വരികളോ അർത്ഥങ്ങളൊന്നും ഇല്ലാത്തതും അല്ലെങ്കിൽ താളത്തിൻ്റെ റിതം കൂടുതലുണ്ടാക്കുന്നതാണ് ഇന്നത്തെ സംഗീതങ്ങൾ. അതിൽ നമ്മുടെ ഈ മെലഡീസൊക്കെ മുങ്ങിപ്പോവുകയാണ്. തലമുറകൾ ഇത് ഏറ്ററിയാനല്ല പഴയ രീതിയിൽ അറിയാം. പ്രത്യേകിച്ചും റീമേക്കുകൾ ഇപ്പോൾ കസ്തൂരി മണക്കുന്നല്ലോ എന്ന ആ പഴയ പാട്ടുകൾ പിക്നിക്കിൽ പാടിയത് ഇന്നിപ്പോൾ നായികയിൽ വന്നപ്പോൾ ആ തലമുറ അത് ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ അല്ലിയാമ്പൽ എന്ന് പറയുന്ന അതേ ആ സിനിമാ പാട്ടും പഴയ ഗാനങ്ങളായി ശ്രദ്ധിക്കപ്പെടാതെ പോയത് പുതിയ റീമേക്കായി സിനിമയിൽ വന്നപ്പോൾ യുവജനങ്ങളത് ഏറ്റുവാങ്ങി മൊബൈൽ ടോണൊക്കെ ആയി. അപ്പോൾ നമ്മൾ ജനങ്ങളെ എന്ത് കേൾപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കലെയാണ്. അതുപോലെ തന്നെ ഈ കലാകാരന്മാരെ ആദരിക്കലും എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 18 വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ മലയാളത്തിൻ്റെ ഗാനശാഖയെ വളർത്തിയ ജി ദേവരാജൻ, വി ദക്ഷിണാമൂർത്തി, MS ബാബുരാജ്, രാഘവൻ മാസ്റ്റർ എന്നിവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഗാനാഞ്ജലി അർപ്പിക്കും. കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ പി ദാമോദരൻ, അജയകുമാർ, കുന്നൂച്ചി കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു. ദിനേശ് BD സ്ഥാപക ചെയർമാൻ GK പണിക്കരുടെ 17ാം ചരമവാർഷിക അനുസ്മരണവും എൻഡോവ്മെന്റ് വിതരണവും 17 ഉച്ചയ്ക്ക് 2:30 കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇനി ഒരിടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. നിത്യാനന്ദ സ്വാമിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കുശാൽ നഗർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ഗുഹക്കകത്തിരിക്കുന്ന ഭഗവാന്റെ സ്റ്റാച്ചു നിർമ്മിച്ചു. പ്രശസ്ത കലാകാരൻ മനോജ് കടിക്കാലാണ് സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. സ്വാമി നിത്യാനന്ദ ഭഗവാന്റെ ജന്മദിനമാണ് ഇന്ന്. ആ ജന്മദിനം ദത്താത്രേയ ജയന്തി പുണ്യതിഥി എന്ന നാമകരണത്തോടു കൂടിയാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരാറുള്ളത് പോലെ ഈ വർഷവും അതിഗംഭീരമായി പുതിയ വളപ്പ് സ്വാമി നിത്യാനന്ദ മഠത്തിൽ നിന്നും വൈകുന്നേരം 5:30 മണിക്ക് ഘോഷയാത്ര നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടേബിളോ മത്സരവും ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ആതിഥ്യം വരുന്നത് ഇവിടുത്തെ കുശാൽ നഗർ പ്രദേശത്തിലെ മുഴുവൻ അംഗങ്ങളുമാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ ഇവിടുന്ന് വൈകുന്നേരം ഒരു പ്രസാദ വിതരണമുണ്ട്. ഈ വർഷം മാജിക് ഷോവും അതുപോലെ കലാപരിപാടികളുമുണ്ട്. കുശാൽ നഗർ പ്രദേശത്തിൻ്റെ 9ാമത്തെ വാർഷികമാണ്. സ്വർണ്ണവില പവന് 80 രൂപ താഴ്ന്നു. ഇതോടെ പവൻ വില 22,280 രൂപയായി. ഗ്രാമിന് 10 രൂപ താഴ്ന്ന് 2,785 രൂപയിലെത്തി. വെള്ളിയാഴ്ച 22,200 രൂപയായി താഴ്ന്ന പവൻ വില തൊട്ടടുത്ത ദിവസം 22,360 രൂപയായി ഉയർന്നിരുന്നു. ആ നിലയിൽ നിന്നാണ് വില തിരിച്ചിറങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിൽ 1 ട്രോയ് ഔൺസ് സ്വർണത്തിൻ്റെ വില $1,233.40 താഴ്ന്നിട്ടുണ്ട്. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഡിസംബർ 17, 18 തീയതികളിൽ കാസർഗോഡ് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം എന്നിവ നടക്കും. 17 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കില ഫാക്കൽറ്റി അംഗം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.